ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നത് കോവയ്ക്ക് തോരൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപ്പേരി എന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അത് എടുത്തതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും കോവയ്ക്കുണ്ട്. ഇതെങ്ങനെയാണ് തോരത്തിന് അരിയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ടോ. അപ്പോൾ നമുക്ക് കോവയ്ക്ക് പൊട്ടിച്ചെടുക്കാമേ. അത് ഈ പ്ലാവിലാണ് പടർന്ന് കിടക്കുന്നത്. അത് ഞാനിട്ട് ഇത് കൊണ്ടിട്ട് ഇങ്ങനെ ഈ പ്ലാവിൻ്റെ കൊമ്പില്ലേ അതിലിങ്ങനെ എടുത്തതിന് ശേഷം ഇത് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റുമോ. പ്ലാവിൻ്റെ കൊമ്പിലോട്ട് ഇത് പടർന്ന് കയറി നിറയെ കോവയ്ക്ക് നിൽക്കൊണ്ടേ. കുറേയൊക്കെ പഴുത്തു പോയി. അപ്പം ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കറിക്ക് എടുക്കാമല്ലോ. പ്ലാവിൻ്റെ കൊമ്പിലങ്ങ് പടർന്നു പോയി. അതിൻ്റെ മുകൾ ഭാഗത്തോട്ടായി കഴിഞ്ഞാൽ നമുക്ക് തീരെ അതെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഇതിൽ കുറേ കോവയ്ക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഈ കോവയ്ക്ക് എടുത്തിട്ട് എനിക്ക് കറി വയ്ക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുകയാണേ. നമ്മുടെ ഒരു ദിവസത്തെ കറിക്കുള്ളത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, പഴുത്തുപോയി. കണ്ടോ, ഇതുപോലെ കുറേ അങ്ങ് പഴുത്തുപോയി. ഇതൊക്കെ നമുക്ക് വിഷാംശം ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളല്ലേ. ഇങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമില്ല അല്ലേ. ഈ കോവയ്ക്കൊക്കെ കടകളിൽ നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഇങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറി വയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കോവയ്ക്ക് കറി വയ്ക്കുക എല്ലാവർക്കും അറിയാം, എന്നാലും കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഇത്രയും കോവയ്ക്ക് കിട്ടിയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ദിവസത്തെ കറിക്കുള്ള കോവയ്ക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെയൊക്കെ എടുത്ത് കറിയൊക്കെ വയ്ക്കാൻ സാധിക്കും. ഇതുപോലെയാണ് തോരത്തിന് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഈ തുമ്പ് ഭാഗമില്ല, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ നാലായിട്ട് കീറി എടുത്തതിന് ശേഷം ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് തോരൻ ഉണ്ടാക്കാം, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, പിന്നെ അവിയലുണ്ടാക്കാം. മെഴുക്ക് പുരട്ടി, അവിയൽ, തോരൻ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളല്ലേ ഇതൊക്കെ. നമുക്ക് സന്തോഷത്തോടെ കഴിക്കാമല്ലോ.
ഇതുപോലെ എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇനി നമുക്ക് ഈ തോരനിലിടാനുള്ള ഉള്ളിയും കൂടെ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇതിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കോവയ്ക്കയും സവോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോരൻ വയ്ക്കാൻ പോവാം. നമുക്ക് തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാവേ. അപ്പോൾ അമ്മിക്കല്ലിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. നിങ്ങളതിൻ്റെ മറ്റുള്ള വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അമ്മിക്കല്ലിൽ ഇങ്ങനെ അരച്ചെടുക്കുന്നതൊക്കെ. അരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ചതച്ചെടുത്താൽ മതി. തോരത്തിനൊന്നും വലുതായിട്ട് അരയണമെന്നില്ല. വെളുത്തുള്ളിയും ജീരകവും ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് അരച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ്റെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. കല്ല് അതുപോലെ തന്നെ അങ്ങനെ കഴുകി നമ്മൾ ചെയ്യുന്ന ജോലികൾ അപ്പോൾ പാത്രങ്ങളായാലും അപ്പോഴപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ജോലി പ്രയാസം തോന്നില്ല. പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിടുമ്പോഴാണ് അയ്യോ എനിക്ക് ജോലി തീരണില്ല, എപ്പോഴും ഞാൻ അടുക്കളയിലെന്നിങ്ങനെ പരാതി പറയുന്നു ഇല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പോകാം. നമുക്കത് ഞാനൊരു ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു.
വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനുള്ളത്. ഞാൻ എല്ലാ പാചകം ചെയ്യുന്നതിലും പറയാറുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. നമ്മൾ ഈ അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവോള വേഗം ഒന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരും. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക് ഉള്ളിയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചേ ചേർക്കാവുള്ളൂ. ഉപ്പ് പിന്നെ നോക്കിയതിന് ശേഷമാണ് ചേർക്കേണ്ടത്. കൂട്ടുകാരെ, ഞാൻ ഈ വിറകടുപ്പ് എങ്ങനെയാണ് കത്തിക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാർ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, ഇങ്ങനൊരു വീഡിയോ ഇട്ടത് നന്നായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടോ? കമൻ്റ് ഇടണേ. ഇപ്പോൾ കണ്ട നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും അല്ലേ? നല്ല സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് പാചകം ചെയ്യാം. ഇതാണ് എൻ്റെ വീടിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ. കണ്ടോ? ഇതിനു മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ചില വീഡിയോകളിൽ. ഇതാണ്. ഇപ്പോൾ നല്ലൊരു തണലൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ ഇത് അല്ലേ? കോവയ്ക്ക് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അരപ്പിട്ട് കൊടുക്കാവേ. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുകയാണേ. ഇതിൽ ഒരു ലേശം വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു. കോവയ്ക്കേക്ക് കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പം അത് അതിൽ കിടന്നങ്ങ് വെന്ത് വരും. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കും. ഇനി അതൊന്ന് പാകമായി വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ നല്ല പാകമായി വന്നിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ അടുപ്പിലേക്ക് മീൻ തയ്യാറാക്കിയത് വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് പാകമാവട്ടെ. കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ?
ചോറ്, മീൻകറി, കോവയ്ക്ക തോരൻ, പാവയ്ക്ക വറുത്തത്, അച്ചാറ്. ഇത്രയാണ് എൻ്റെ ഊണിൻ്റെ വിഭവങ്ങളെ. നിങ്ങളൊക്കെ ഊണൊക്കെ കഴിച്ചോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ. എല്ലാവരും എൻ്റെ കൂടെ പോകുന്നോളൂ. കഴിച്ചു തുടങ്ങാം. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കുടിച്ചു. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ കോവയ്ക്ക വെച്ചിട്ട് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ടുണ്ടേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ കോവയ്ക്ക തോരൻ ഉണ്ടാക്കണേ. ഇനി നമ്മുടെ മീൻ കറിയിൽ ഞാൻ മീനിൽ പുളിഞ്ചിക്ക ഇട്ടാണ് മീൻ കറി ഉണ്ടാക്കിയത്. അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പാവയ്ക്ക വറുത്തത്, ഉഗ്രൻ. അപ്പോൾ ഞാനുണ്ടാക്കിയ കോവയ്ക്ക തോരനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ. ഇത് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്നതെന്നറിയുമോ? നിങ്ങൾക്കും ബുദ്ധിമുട്ട് വേണ്ട, പിന്നെ ഇതിൻ്റെ ലെങ്ത് കൂടിപ്പോവുകയെ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.